അതിവേഗ റെയിലിനെതിരെ രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് അഭ്യാസമാണ് പുതിയ പദ്ധതി. മഞ്ഞക്കുറ്റി ഊരി മാറ്റി ജനങ്ങളെ രക്ഷിക്കണം. ഈ സർക്കാരിന്റെ കാലത്ത് ഒന്നും വരാൻ പോകുന്നില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. നാട്ടിൽ മുഴുവൻ മഞ്ഞക്കുറ്റികൾ ഇട്ടിരിക്കുകയാണ്. നാട്ടിലെ ജനങ്ങൾക്ക് ഭൂമിയും വിൽക്കാൻ പറ്റുന്നില്ല, അവിടെ ക്രയവിക്രയങ്ങൾ പറ്റുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ അടിയന്തരമായി ശ്രീധരനാണേലും പിണറായി വിജയനാണേലും ആ മഞ്ഞക്കുറ്റി ഒന്ന് ഊരി ജനങ്ങളെ രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ ഗവൺമെൻറ് കാലത്ത് ഒരു റെയിലും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇങ്ങനെയുള്ള പല അഭ്യാസങ്ങളും ഇനിയും നമുക്ക് കാണേണ്ടി വരും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. PR അരവിന്ദ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരവിന്ദ് തന്നെ കെ വി തോമസ് മാഷോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് സിൽവർ ലൈൻ തന്നെയാണോ എന്ന്. അപ്പം സിൽവർ ലൈൻ എന്ന് പറഞ്ഞാലും അതിവേഗ റെയിലാണ്, ഇതും അതിവേഗ റെയിലാണ് എന്ന് പറഞ്ഞ് കെ വി തോമസ് അതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിവേഗ റെയിൽ പദ്ധതിയുടെ സാധ്യതകളൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ കണ്ടല്ലോ, മഞ്ഞക്കുറ്റികൾ ഊരി മാറ്റണം. പ്രതിപക്ഷം ഇപ്പോഴേ അതിനെ എതിർത്ത് തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും മനുഷ്യൻ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ വിമർശനം ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളയുമായി മുന്നോട്ട് പോയപ്പോൾ തന്നെ വലിയ പ്രതിഷേധം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ടായിരുന്നു അന്ന് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയും ഈ മഞ്ഞക്കുറ്റി അടക്കം പലയിടത്തും സ്ഥാപിക്കുകയും ചെയ്തു. ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരുവിധ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും തങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നതായിരുന്നു അന്ന് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. പക്ഷേ പിന്നീടാണ് മെട്രോമാൻ ഈ ശ്രീധരൻ ഇതിലേക്ക് വരുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും കേരളയിൽ നടക്കില്ല എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പക്ഷേ കേരളയിൽ തന്നെയാണ് ഇപ്പോഴത്തെ അതിവേഗ റെയിൽ എന്നൊരു പറയുവാനാണ് കെ വി തോമസ് മാഷ് അടക്കം ശ്രമിക്കുന്നത്. എന്തായാലും മഞ്ഞക്കുറ്റി ഊരി ജനങ്ങളെ രക്ഷിക്കണമെന്നതാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് അഭ്യാസം മാത്രമാണ്. കാരണം ഇനി 2 മാസം മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ജനങ്ങളെ ഒപ്പം നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ നടത്തുന്നത്. അല്ലാതെ ഇതൊന്നും നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതിയല്ല എന്ന് തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ പല പദ്ധതികളും വരുമെന്ന് കെ വി തോമസ് മാഷ് തന്നെ മുൻപും പറഞ്ഞിട്ടുണ്ട്. കാരണം കേരളത്തിന്റെ കടമെടുപ്പ് യുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ധനമന്ത്രിയെ കാണുന്നത് കെ വി തോമസ് മാഷാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ പറയുന്നതല്ല, ഇതൊന്നും നടപ്പിലാക്കുന്നില്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഈ സർക്കാരിന്റെ കാലത്ത് ഒന്നും വരാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ സർക്കാർ മാറും, പുതിയ വികസന പദ്ധതികൾ വരുമെന്ന് കൂടി രമേശ് ചെന്നിത്തല പറഞ്ഞു വയ്ക്കുകയാണ്.